الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണമെന്ന് സ്വയം എന്ന പോലെ നിങ്ങളെയും ഞാൻ ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നതും അങ്ങനെ അത് പ്രാവർത്തികമാക്കുവാൻ ആവശ്യമായ കഷ്ടനഷ്ടങ്ങൾ ക്ഷമാപൂർവ്വം സഹിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ തഖ്വയുടെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തഖ്വയുടെ ഗുണഫലങ്ങളായി ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന അതിൻ്റെ നേട്ടങ്ങളായി എണ്ണിപ്പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. സത്യത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും അവൻ്റെ മാനസികമായ സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളും ആഖിറത്തിലെ അവൻ്റെ സുരക്ഷയുമൊക്കെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട് നിൽക്കുന്നത് തഖ്വയുമായിട്ടാണ്. നമ്മുടെ ഇവിടുത്തെ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങളും നമ്മുടെ മാനസികവും ശാരീരികവുമൊക്കെയായ സമാധാനവുമൊക്കെ നമ്മുടെ വിശ്വാസത്തിനനുസൃതമായി ജീവിക്കുവാൻ വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പം ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വചനം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ശിക്ഷക്ക്, അള്ളാഹുവിൻ്റെ ശാപകോപത്തിന് പാത്രീഭൂതരായി ശിക്ഷിക്കപ്പെട്ട ഒരു സമുദായത്തെ സംബന്ധിച്ച്, ഒരു ഗ്രാമവാസികളെ സംബന്ധിച്ചുള്ള പരാമർശമാണ്. വലൗ അൻ, അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, വലൗ അൻ അഹ്ലൽ ഖുറ ആമനു വത്തഖൗ, ആ ഗ്രാമവാസികളെങ്ങാനും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ തഖ്വ കാണിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും തഖ്വ കാണിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് നാം തുറന്നു കൊടുക്കുമായിരുന്നു. അവൻ്റെ ബർക്കത്തുകൾ,
ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള അവൻ്റെ ബർക്കത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. അവർ വിശ്വസിക്കുകയും തഖ്വ കാണിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ. വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. പക്ഷെ അവർ അള്ളാഹുവിനെ കളവാക്കി. അത് കാരണം അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കാരണം നാം അവരെ പിടികൂടുകയും ചെയ്തു. അഥവാ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷയ്ക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അവർ ശിക്ഷയ്ക്ക് വിധേയരാക്കി എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവർ വിശ്വസിക്കുകയും തഖ്വ കാണിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആ ഒരു ദുര്യോഗം ആ ജനതക്കുണ്ടാകുമായിരുന്നില്ല എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളുടെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറയുന്നു. നമുക്ക് നമ്മുടെ അമലുകൾ നന്നാക്കാൻ വേണ്ടി ആഗ്രഹിച്ചാലും നന്നാവാത്ത ഒരവസ്ഥ വന്നു ചേരാറുണ്ട് പലപ്പോഴും പലർക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതല്ല, പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യുക എന്നതാണല്ലോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. നമ്മളൊരു അമല് ചെയ്തു, അത് സ്വീകാര്യോഗ്യമല്ലാതെയായി പോവുകയാണ് എങ്കിൽ പിന്നെ ആ ചെയ്ത അമലും ചെയ്തതും ചെയ്യാത്തതും സമമായി തീരുമല്ലോ. അപ്പോൾ ഒരു അമൽ നന്നായിത്തീരുക, അങ്ങനെ അമൽ നന്നായിത്തീരുക, അതുവഴി അവൻ്റെ പാപങ്ങൾ കഴുകപ്പെടുക. ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ നേരായ വാക്ക് സംസാരിക്കുകയും ചെയ്യുക, കാപട്യമില്ലാതെ വക്രതയില്ലാതെ നേർക്കുനേരെ കാര്യങ്ങൾ പറയുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി തീർക്കും. യുസ്ലിഹ് ലക്കും അഅ്മാലക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അവ നന്നാക്കി തീർക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നേരായ രൂപത്തിൽ ചെയ്യാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അവനെ നമ്മൾ തഖ്വ കാണിക്കുകയാണ് എങ്കിൽ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുന്നുവെങ്കിൽ ഒരു വലിയ വിജയം കൈവരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് ചേർത്തി പറയുന്നു. നമുക്ക് വഴിമുട്ടിപ്പോകുന്ന പല ഘട്ടങ്ങളും ഉണ്ടാകും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. പലരുടെയും ഈ ഭീതി, പല കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ലുബ്ധനെ സംബന്ധിച്ചിടത്തോളം പണം ചെലവഴിക്കാനുള്ള മടി എന്താണ്, പേടി എന്താണ്, കൊടുത്താൽ നാളേക്കുള്ള എൻ്റെ ഉപജീവനത്തെ ബാധിക്കുമോ എന്ന പേടിയാണല്ലോ. നമുക്കെല്ലാവർക്കും ചിലവാക്കാനുള്ള പേടി അതാണ്. കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി, പിന്നെ നാളെ ഞാൻ എന്ത് ചെയ്യും, മറ്റന്നാൾ ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ അല്ലെങ്കിൽ അടുത്ത 5 വർഷം ഞാൻ എന്ത് ചെയ്യും, 5 വർഷം കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും. ഇങ്ങനെയുള്ള പലയാതി ഭീതികളാണല്ലോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സാമ്പത്തികമായ കാര്യങ്ങളിൽ ഉദാസീനനായി തീരുവാൻ അവനെ പ്രേരിപ്പിക്കാറുള്ള കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വ കാണിക്കുകയാണ് എങ്കിൽ, മുത്തഖികളായി ജീവിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കാണിച്ചു തരും. ജീവിതം വഴിമുട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിൽ മുന്നോട്ടുള്ള പ്രയാണം ഇനി എന്താണ്, ഞാൻ നാളെ എന്തു ചെയ്യും എന്നറിയാതെ ഉയറിപ്പോകുന്ന ഘട്ടങ്ങളിൽ തഖ്വ കൈമുതലായിട്ടുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കാണിച്ചു തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഉറപ്പിച്ച് പറയുന്നു. നാളത്തെ ഭക്ഷണത്തെക്കുറിച്ച് ആശങ്കപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നവൻ തൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ജീവിതം എങ്ങനെ ഞാൻ ജീവിക്കുമെന്ന് ആകുലപ്പെട്ട് ഉള്ളതൊക്കെ പിടിച്ചു വെച്ച് കൂട്ടിവെച്ച് ഒന്നും കൊടുക്കാതെ ഇരിക്കുന്നവൻ ആലോചിക്കേണ്ട കാര്യം തഖ്വ പുലർത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വഴിമുട്ടിപ്പോവുകയില്ല, അവൻ ഗതിമുട്ടിപ്പോവുകയില്ല, അവന് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവൻ്റെ മുമ്പിൽ ജീവിതത്തിൻ്റെ കവാടങ്ങൾ, ഭൗതിക ജീവിതത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവനൊരു തുറസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കും, ഏർപ്പെടുത്തി കൊടുക്കും. അവനൊരു മോചന മാർഗം, പുറത്ത് കിടക്കാനുള്ളൊരു മാർഗം എപ്പോഴും അവൻ്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ലേ, എങ്ങനെയാണ് അസുഖം ഭയങ്കര ഇങ്ങനെ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ആ ഒരു നൃത്തം കണ്ടാൽ, ആ വണ്ടിയുടെ അവസ്ഥ കണ്ടാൽ പൊടിയായി പോകണം, അൽഹംദുലില്ലാഹ് ഒന്നും പറ്റിയിട്ടില്ല അല്ലേ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. ആ കാഴ്ച കണ്ടാൽ അങ്ങനെയൊന്നും പോരാ അല്ലേ. അയാൾ ഇനി എഴുന്നേറ്റ് നടക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല, അത്ര വലിയ രോഗങ്ങൾ പിടികൂടിയിരുന്നു, തകർന്നു പോരുന്ന സാമ്പത്തികമായിട്ട്. ഇനിയൊരു ഉയർച്ച
അയാൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മളും പലപ്പോഴും അകപ്പെട്ടു പോവാറുണ്ട്. ഇനി എന്ത് ചെയ്യും എന്നറിയാത്ത രൂപത്തിൽ പ്രശ്നങ്ങൾ വന്ന് കുന്നുചേരും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പോലും വിചാരിക്കാത്ത രൂപത്തിൽ, നമ്മൾ കണക്ക് കൂട്ടാത്ത രൂപത്തിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് റിസ്ക് നൽകും. ആർക്ക്? വമൻ യത്തഖില്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവന് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്കൊരു പാഠമായി, നമ്മുടെ ജീവിതത്തിൻ്റെ ധൈര്യമായി, നമുക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശക്തമായ പ്രേരണയായി പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. എളുപ്പമുണ്ടാക്കും അള്ളാഹു, പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമുണ്ടാക്കി തരും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, തഖ്വ കാണിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, അവൻ്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എളുപ്പമുണ്ടാക്കി കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ത്വലാഖിലൂടെ നാം പഠിപ്പിക്കുന്നു. തിന്മകളെ മായ്ച്ചു കളയും, നമുക്ക് പ്രതിഫലം വലുതാക്കി തരും അല്ലാഹു സുബ്ഹാനഹു വ തആല. വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി വയുഗ്ലിം ലഹു അജ്റാ, ആരെങ്കിലും അള്ളാഹുവിനെ തഖ്വ കാണിക്കുകയാണ് എങ്കിൽ യുകഫിർ അൻഹു, അവൻ്റെ പാപങ്ങൾ അള്ളാഹു മറച്ചു വെച്ച് പുറത്തു കൊടുക്കും. അതാണ് യുകഫിർ എന്ന് പറയുക. ആ പാപങ്ങൾ, നമ്മൾ ചെയ്തു പോയ പാപങ്ങളുടെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമ്മളെ മാനം കെടുത്തുകയില്ല, അള്ളാഹു അത് മറച്ചു വെക്കും. ആഖിറത്തിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കുകയും ചെയ്യും. വയുകഫിർ അൻ സയ്യിഹാതിഹി വയുഗ്ലിം ലഹു അജ്റഹു, വയുഗ്ലിം ലഹു അജ്റാ, അവൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തരമാക്കി കൊടുക്കുകയും ചെയ്യും, പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണ് എങ്കിൽ യജ്അൽ ലക്കും ഫുർഖാന, ആശയ എന്താണ് ശരി ഏതാണ് ശരി എന്നറിയാതെ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടു പോവുകയില്ല. ശരിയായ മാർഗം, സത്യാസത്യ വിവേചനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഏർപ്പെടുത്തി കൊടുക്കും. അങ്ങനെയുള്ള ചില ആളുകൾ പെട്ടെന്ന് കാര്യം മനസ്സിലാകും, നേരേത് നിറയേറെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുകയില്ല, സംശയം തീരൂല, ആശയക്കുഴപ്പം അവസാനിക്കുകയില്ല, അതിനുവേണ്ടി തല കൊടുക്കാൻ തയ്യാറാവുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ തഖ്വ കാണിക്കുകയാണ് എങ്കിൽ യജ്അൽ ലക്കും ഫുർഖാന, സത്യാസത്യ വിവേചനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏർപ്പെടുത്തി കൊടുക്കും. അതിനുള്ള കഴിവ്, സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള ശേഷി അല്ലാഹു നൽകും. വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, പാപങ്ങൾ പുറത്തു കൊടുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പാപങ്ങൾ അവനിൽ നിന്ന് മറച്ചു വെക്കുകയും ചെയ്യും. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹു നിങ്ങൾക്ക് ഇൽമ് നൽകും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എങ്ങനെയാണ് ആ സമുദായം നശിപ്പിക്കപ്പെട്ടത്? മഴ കൊണ്ട് നശിപ്പിക്കപ്പെട്ട സമുദായമാണ്. ആ സമുദായത്തോട് നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എൻ്റെ സമുദായമേ, നിങ്ങൾ എന്ത് ചെയ്യുക? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ തഖ്വയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്, അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്ന് പറയുന്നത്. എൻ്റെ സമുദായമേ, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക. ഇന്നഹു കാന ഗഫാറ, അവൻ അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക. യുസ്ലിസ് സമാ അലൈക്കും മിദ്റാറ, അവൻ നിങ്ങൾക്ക് ധാരാളമായി മഴ വർഷിപ്പിച്ചു തരും. അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടുക, അള്ളാഹു നിങ്ങൾക്ക് ധാരാളമായി മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീന, അങ്ങനെ അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും, നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും. വബനീന, നിങ്ങളുടെ മക്കളെ വർദ്ധിപ്പിച്ചു തരും. വയജ്അൽ ലക്കും ജന്നാത്ത്, അവൻ നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരും. വയജ്അൽ ലക്കും അൻഹാറ, അവൻ നിങ്ങൾക്ക് നദികളെ ഉണ്ടാക്കി തരും. നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണ് എങ്കിൽ എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം തൻ്റെ ജനതയെ ഉണർത്തി മഴ വർഷിപ്പിച്ചു തരും ധാരാളമായി എന്നാണ് ആദ്യമായി നൂഹ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞത്. ആ മഴയുടെ ധാരാളിത്തത്തിലാണ് അള്ളാഹുവിനെ ധിക്കരിച്ചതിൻ്റെ പേരിൽ, പ്രവാചകനെ കളവാക്കിയതിൻ്റെ പേരിൽ ആ അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും, വർദ്ധിപ്പിച്ച് നൽകുമെന്ന് പറഞ്ഞ ആ മഴയുടെ, അതേ മഴയുടെ ധാരാളിത്തത്തിലാണ്, അഥവാ മഴ പെയ്ത് അടുപ്പിൽ നിന്ന് പോലും ഉറവ് പൊട്ടിയ ജലപ്രളയത്തിലാണ്, മഹാപ്രളയത്തിലാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ജനത നശിപ്പിക്കപ്പെട്ടത് എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. തുടക്കത്തിൽ അനുഗ്രഹമാണോ ശിക്ഷയാണോ എന്ന് പോലും ആ ജനതക്കത് തിരിഞ്ഞിട്ടുണ്ടാവുകയില്ല, മനസ്സിലായിട്ടുണ്ടാവുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ സഹോദരന്മാരെ, തഖ്വ കാണിക്കുകയാണ് നമ്മുടെ ദുനിയാവിലെ
ജീവിത വിജയത്തിൻ്റെ സുപ്രധാനമായ കാര്യമാണ്. ആഖിറത്തിൽ തീർച്ചയായും അവർക്ക് മാത്രമാണ് വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുത്തഖികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറുല്ലാഹ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഉസീക്കും ഇബാദല്ലാഹി ഇയ്യായ ബിതഖ്വല്ലാഹ്. നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് അറിയാവുന്ന നന്മയാണെന്നറിയാവുന്ന ഒരു നന്മ അത് ചെയ്യുവാനുള്ള അവസരം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടതിന് ശേഷവും അത് ചെയ്യാതെ പോകുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ സമാധാനം ഉണ്ടാവുകയില്ല. ഒരു തിന്മയാണെന്ന് അവൻ അറിഞ്ഞതിന് ശേഷം ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടതിന് ശേഷം ആ കാര്യം നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് സമാധാനം ഉണ്ടാവുകയില്ല, വിശ്വാസിക്ക് സമാധാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നന്മയുടെ ലഭ്യമാകുന്ന അവസരങ്ങളിലൊക്കെ അത് പ്രാവർത്തികമാക്കുക എന്നതും തിന്മയാണെന്നറിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്ത് പ്രലോഭനങ്ങളുണ്ടായാലും അകന്നു നിൽക്കുക എന്നതുമാണ് ഒരു തഖ്വയുടെ, ഒരാൾ മുത്തഖിയാവുക എന്നതിൻ്റെ ഏറ്റവും പ്രാഥമികമായ കാര്യമെന്ന ബോധ്യം എപ്പോഴും നമുക്കുണ്ടാവണം. ആ ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹൈസു ഖാല അലൈഹി സ്വലാത്തു വസ്സലാം ഫി തിൽക്കൽ വസിയത്തുൽ അലീമ നഫ്സിയ, ഒരാളെ സംബന്ധിച്ചുള്ള അതിമഹത്തായ ഒരു ഉപദേശത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇഹ്ഫദില്ലാഹ് യഹ്ഫലക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ സൂക്ഷിക്കും. നോക്ക്, എത്ര ഉജ്ജ്വലമായ, എത്രമാത്രം ആശയസമ്പുഷ്ടമായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് എത്രമേൽ സമാധാനവും കുളിരും പകരുന്ന ഒരു പ്രഖ്യാപനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഇഹ്ഫദില്ലാഹ് യഹ്ഫൽക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെയും സൂക്ഷിക്കുക. ഇഹ്ഫദില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, തജിദ്ഹു തുജാഹക, നിനക്ക് അഭിമുഖമായിട്ട് നിന്റെ മുമ്പിൽ നിനക്ക് അള്ളാഹുവിനെ കാണാം എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ കാണുമെന്നാണോ? അല്ല, നമ്മുടെ മുമ്പിൽ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ഇങ്ങനെ ദർശിച്ചുകൊണ്ടേയിരിക്കാം. അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. നിങ്ങളിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആശങ്കകളായി, വ്യാകുലതകളായി പിന്നെ നിങ്ങളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവന് അള്ളാഹുവിന് മുമ്പിൽ കാണാൻ സാധിക്കുമെന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുന്നത്. കൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായിക്കൊണ്ട് നമ്മൾ തിന്മകൾ സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആൾക്ക് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് ബന്ധുമിത്രാദികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഅഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم اغفر لنا وارحمنا وتب علينا إنك أنت التواب الرحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.